നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെറ്റായ പരാമർശം നടത്തിയതിന് മെറ്റയ്ക്ക് സമൻസ് അയക്കാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് തെറ്റായ പരാമർശം നടത്തിയതിനാണ് മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗിനോട് വിശദീകരണം ചോദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മെറ്റ അധികൃതരെ വിളിച്ചു വരുത്തുമെന്ന് പാർലമെന്ററി സമിതി ചെയർമാനും എംപിയുമായ നിഷികാന്ത് ദുബെ പറഞ്ഞു. ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന പ്രസ്താവനയാണ് മാർക്ക് സക്കർബർഗിൽ നിന്നുണ്ടായതെന്ന് എംപി പറഞ്ഞു. തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിച്ചതെന്നും ഈ തെറ്റിന് ഇന്ത്യൻ പാർലമെന്റിനോടും രാജ്യത്തെ ജനങ്ങളോടും മെറ്റ കമ്പനി മാപ്പ് പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരി 10 നടത്തിയ പോഡ്കാസ്റ്റിലാണ് ഫേസ്ബുക്ക് സഹസ്ഥാപകനും മെറ്റ സിഇഒയുമായ സക്കർബർഗ് വിവാദ പരാമർശം നടത്തിയത്. 2024 ലോകത്താകമാനം വമ്പൻ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നു. എല്ലായിടത്തും ഭരണകക്ഷികൾ പരാജയപ്പെട്ടു. അതൊരു ആഗോള പ്രതിഭാസമാണ്. വിലക്കയറ്റം കാരണമായാലും സർക്കാരുകൾ കോവിഡിനെ നേരിടാൻ ഉപയോഗിച്ച സാമ്പത്തിക നയങ്ങൾ കാരണമായാലും അവർ കോവിഡിനെ നേരിട്ട രീതി കാരണമായാലും അത് ആഗോളതലത്തിൽ ഇങ്ങനൊരു പ്രതിഫലനമാണ് ഉണ്ടാക്കിയതെന്നായിരുന്നു സക്കർബർഗിന്റെ വിവാദ പ്രസ്താവന. ഇതിന് മറുപടിയുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്തെത്തിയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA നേടിയ വിജയം ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി മറുപടി നൽകിയത്. 2024 തെരഞ്ഞെടുപ്പിൽ NDA നിർണായക വിജയം സ്വന്തമാക്കി. തുടർച്ചയായി 3ാം തവണയും അധികാരം ഉറപ്പിച്ചു. മഹാമാരി കാലത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മികച്ച ഭരണത്തിന്റെ തെളിവായും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. 2024 ഇന്ത്യയിലും ഭരണകക്ഷി പരാജയപ്പെട്ടെന്ന് പറഞ്ഞത് സക്കർബർഗിൽ നിന്നും വ്യാജ വിവരം പ്രചരിപ്പിച്ചത് ഖേദകരമാണെന്നും സത്യവും വിശ്വാസ്യതയും ഉയർത്തിപ്പിടിക്കണമെന്നും മെറ്റയെ ടാഗ് ചെയ്തുകൊണ്ട് അദ്ദേഹം കുറിച്ചിരുന്നു.